പിന്നെ എവിടെ പോണാ? ഞാൻ വീട്ടിൽ പോണം. വീട്ടിൽ പോവാ? ഇവിടെ ആരുമില്ലേ? ഇവിടെ ഞാൻ ഇപ്പൊ പോയിട്ട് വരുമല്ലോ. എപ്പം? ഇപ്പൊ വരും. വന്നിട്ടേ ഊണ് കഴിച്ചോ? ചോറൊക്കെ വെച്ചല്ലേ രാവിലെ? കഴിച്ചാ? വെള്ളം ഇടണം. എന്തിനു വെള്ളം? വെള്ളം കുടിച്ചായി. അത് ഉച്ചക്കല്ലേ? ഉച്ചയ്ക്ക് ഇടുവോ? 3 മണിയായിട്ടേ ഇടുവോ? പിന്നെ എപ്പോഴാണ് വെള്ളം കുടിക്കണം? ഞാൻ പോയിട്ട് ഇപ്പൊ വരാമേ. നിങ്ങൾ ഞാൻ അവിടെ ഇരിക്കും. ആ ചേച്ചി തേങ്ങ കൊണ്ടുപോകാന്ന് പറഞ്ഞ് തേങ്ങ കൊണ്ടുപോകണം. ആ ശരിയാണല്ലേ, അമ്മ തേങ്ങ വേണമെന്ന് പറഞ്ഞല്ലേ? ഞാൻ മറന്നുപോയി. തേങ്ങ പൊതിക്കാം. തേങ്ങ ഇനിയിപ്പോ പൊതിച്ചാലല്ലേ ഉള്ളൂ. പൊതിച്ചാലല്ലേ ഉള്ളൂ. തേങ്ങ ഞാൻ പറക്കിട്ടില്ല. എങ്കിൽ പിന്നെ പോയി 5 തേങ്ങ പറക്കിയിടെങ്കിൽ പൊതിക്കാം. 5 മതിയേ, കൊണ്ടുപോകാൻ പറ്റൂല വണ്ടിക്കകത്ത് എല്ലാം കൂടെ. അവിടെ ഓടായി. ആ അതായിരിക്കും. പെട്ടെന്ന് എടുക്കും. വെള്ളം കുടിക്കാനല്ല മക്കളുടെ അമ്മയ്ക്ക് കൊണ്ടുപോകാം. അമ്മ ഈ കദമ്പയൊക്കെ വായി വെയിലത്തിട്ട് ഉണക്കണേ. ഈ കിടക്കണ കദമ്പ പറക്കേം അതാണ്ട് അമ്മാമ്മേന്റെ കൂടെ അമ്മ ഇപ്പൊ പോകണില്ല. അവ ഡാൻസ് ക്ലാസ്സിൽ പോകണില്ലേ? അമ്മാമ്മ ഇനി വരുമല്ലോ. അമ്മാമ്മേ ഇങ്ങ് വരും കേട്ടാ. അത് കാലിൽ വീണം. തേങ്ങ ഓർത്തില്ലെങ്കിൽ അമ്മ ഇറങ്ങുമ്പേ തേങ്ങ പൊതിച്ചനായിരുന്നു. കാല് കാക്കണം. അമ്മാമ്മന്റെ വീട്ടിലവിടെ അധികം 5 മതി. എത്ര നായി എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റൂല, പാടും. നെയ്യല്ല മക്കളെ അച്ഛമ്മ. ഇത്തിരി മതി അമ്മ, ഒരുപാടൊന്നും വേണ്ട. ഞാൻ ഇപ്പൊ ഉച്ചയ്ക്ക് വരും. അവളെ ഡാൻസ് ക്ലാസ്സിനാക്കിയിട്ട് പോയിട്ട് തിരിച്ച് അവളെ എടുത്ത് അംഗൻവാടിയിലാക്കിയിട്ട് ഇങ്ങ് വരും. ഇപ്പൊ വരും. വരുന്നവര് അവിടെ ഇരിക്കും. എവിടെ ഇരിക്കും? അവിടെ ഇരിക്കും. അതെന്തിനാ അവിടെ ഇരിക്കണോ? അവിടെ ഇരിക്കും. ഇവിടെ ഇവിടെ എന്തിനാ റോട്ടി ഇരിക്കണ? അവിടെ കയറ്റി കുത്തിയിട്ട് അവിടെ ഇരിക്കും. വേണ്ട, അവിടെ ഇരിക്കും. ഞാൻ വരുമ്പോ വിളിക്കാന്ന്. ഇന്നലെ വന്നപ്പോ അവിടെ ഇരുന്ന്. ഞാൻ വരുമ്പോ വിളിക്കാം. എന്തിനു വിളിക്കണ്ട, ഞാൻ അവിടെ ഇരിക്കും. ഞാൻ നിങ്ങളെ ഉറച്ച് സൗണ്ട് കേട്ടപ്പോ ഡോറ വരണുണ്ടോ? നിങ്ങളെ സൗണ്ട് ഉറക്കി കേട്ടപ്പോൾ വരുന്നുണ്ടോ? ഞാൻ അവിടെ ഇരിക്കും. 2 തേങ്ങ പിടിച്ച് ഞാൻ പോയി കവറെടുത്തോളൂ. പാവം പാവം. അവിടെ തന്നെ ഇരിക്കും. അവിടെ ഇരിക്കും. എവിടാ? അവിടെ
കയറ്റി അടച്ചിട്ട് അവിടെ ഇരിക്കും. ഇനി എവിടെയാന്ന് വെച്ചാൽ കുറ്റിയിട്ട് വയറെ കുറ്റിയിട്ട് ഈ ഇതിനെ ചെയ്യണം. അമ്മാമ്മയ്ക്കുന്ന ശരി ഞാൻ കഥ കൂട്ടിട്ടോട്ടെ. അപ്പോൾ ഗായ്സ് നമ്മൾ അമ്മമ്മേരെ വീട്ടിൽ പോവുകയാണ്. അപ്പം പോകുന്ന വീഡിയോ കാണിക്കാം. അച്ഛമ്മയ്ക്ക് അമ്മമ്മയ്ക്ക് എന്തോ കറിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ തേങ്ങ ഒരു 5-6 തേങ്ങയൊക്കെ ഉണ്ടായത്. അത് പൊടി അടിക്കുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും, ജലദോഷം വരണം, അതുകൊണ്ട് വെച്ചേക്കണം മാസ്ക്. ഞാൻ പോയി കയറ്റി പറഞ്ഞതാ. ശരി. അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അമ്മാമ്മേൻ്റെ വീട്ടിൽ പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാനും അച്ഛമ്മയും കൂടെ കൊണ്ടുപോയിരുന്നു. ഇപ്രാവശ്യം അച്ഛമ്മയെ കൊണ്ടുപോകുന്നില്ല. നമ്മൾ സ്കൂട്ടറിലാണ്, കിട്ടുന്നില്ലെന്ന് ഇവിടെ എങ്ങനെ വന്ന് നിൽക്കണം. സ്കൂട്ടറിൽ കൊണ്ടുപോകാൻ പറ്റൂല. അതുകൊണ്ട് ഇന്ന് ഞാനും അമ്മയും കുഞ്ഞിയും കൂടെയാണ് പോണം. അപ്പം നമുക്ക് അവിടെ എത്തിയിട്ടുള്ള വീഡിയോയും പോകുന്ന വീഡിയോ ഒക്കെ കാണാം. ടാറ്റ. അങ്ങനെ നമ്മൾ കുന്നിൻ്റെ മേലെ താണ്ടുന്നു. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഇവിടെ കല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കയറിപ്പോൾ നല്ല എളുപ്പമായിരുന്നു. ഇപ്പം കല്ലല്ല, കോൺക്രീറ്റ് ആയതുകൊണ്ട് കയറാൻ ഭയങ്കര പാട്. അയ്യോ കയറുന്നു. അമ്മ അറിഞ്ഞില്ല കേട്ടോ ഞാൻ വരുന്നതേ. അപ്പോൾ അവിടെ എന്തെങ്കിലും പരിപാടിയിൽ നിൽപ്പുണ്ടാവും, അറിഞ്ഞില്ല. അയ്യോ ഡാൻസ് നഴ്സറിയാകും. മക്കളിന്നലെ ആശുപത്രിയിൽ പോയ ഇതെന്തൊരു അരിഞ്ഞ് പറക്കണ കറിയൊക്കെ ഒന്നുമില്ല. വേണ്ട പരിപ്പ് 500 ഒരു കായ മക്കള്. നീ ഡാൻസ് ചെയ്യാനൊക്കെ എഴുതിന്റെ അടുത്ത് പ്യാജ് പറ. സുലേഖ അരി 3 കിലോഗ്രാം. ഓമൻ അമ്മയ്ക്ക് ശോഭന അമ്മയ്ക്ക് എടാ മര്യാദക്ക് വായിച്ചു കൊടുക്കടാ. പഞ്ചസാര 500. ഓമന അമ്മയ്ക്ക് ഉപ്പ് 1 കവറ്. ഓമന അമ്മയ്ക്ക് ലാസിൻ 1 കുപ്പി. ഓമന അമ്മയ്ക്ക് സാമ്പാർ പരിപ്പ് 500. ഓമന അമ്മയ്ക്ക് കായം 1 കവറ്. ഓമന അമ്മയ്ക്ക് ഓമന അമ്മയുടെ ലിസ്റ്റ് എല്ലാം
സംഭവം ഒരു തമാശയാണ്. പക്ഷെ കാണുന്ന അമ്മമാർക്കൊക്കെ ചിലപ്പോൾ ദേഷ്യം വരാൻ സാധ്യതയുണ്ട്, അമ്മമ്മയെ കളിയാക്കുന്നു എന്നുള്ള രൂപത്തിൽ. പക്ഷെ അവൻ അങ്ങനെയാണ്, അവൻ വല്ലാത്തൊരു ടൈപ്പാണ്. എല്ലാവരുമായിട്ടും ഇങ്ങനെ ചിരിപ്പിച്ചും തമാശ കാണിച്ചൊക്കെ പോകാനൊരു വല്ലാത്തൊരു കഴിവുണ്ട്. പക്ഷെ അവൻ അറിയാൻ പാടില്ലാത്ത എന്താണെന്നുള്ളത്. പിന്നെ അമ്മയ്ക്ക് അവനെ കിട്ടിയപ്പോൾ ആദ്യം അങ്ങ് മറ്റേ മാസത്തെ തുണ്ട് ലിസ്റ്റ് എഴുതിക്കണം. എപ്പോഴും അങ്ങനെയാണ്. ഈ പണ്ടത്തെ ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ് അക്കൗണ്ട് കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന ഒരു രീതി. അമ്മ ഇപ്പോഴും അത് നിലനിർത്തി പോരുന്നു. അതിന് വേണ്ടിയിട്ട് നന്ദപ്പനെ കിട്ടിയ ഉടനെ അങ്ങ് തുണ്ട് എഴുതിച്ചു. ശരിയേ. കാപ്പി ഗോതമ്പ് കൂട്ടും പിന്നെ ഈ കറിയും എടുത്ത്. കാപ്പി ഗോതമ്പ് കൂട്ടും പിന്നെ ഈ കൊഞ്ച് കറി ഉണ്ടായിരുന്നു. ഞാൻ പഴം കൂട്ടി തിന്നു, ഞാൻ കൊഞ്ച് കറിയൊന്നും എടുത്തില്ല. ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളതിൽ പങ്കാണ് നിങ്ങൾക്ക് തന്ന. പോട്ടോ. ഓ വന്ന്. മഴയായിരുന്നു, മഴ പെയ്തു. ഇവിടെ മഴ പെയ്തില്ലേ? ഇപ്പം വന്നതേ ഉള്ളൂ. ഇതെന്തൊരു തട്ടിക്കൊടയണ? പട്ടി ചാടി കയറിയാ? ആ പോട്ട്. എന്തിനു കൊണ്ടുവരാൻ? ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ നീ എന്തേലും വാങ്ങിച്ചോണ്ടാ? ഒന്നും വാങ്ങിച്ചില്ല. ഞാൻ അവരെ പോയി കണ്ടു ഇഞ്ഞ് വന്ന്. മരിച്ചിനി വാച്ചാ? മരിച്ചിനി വാങ്ങിച്ചു. മരിച്ചിനിയാ. എന്നിട്ട് നാളെ കറി വയ്ക്കാൻ വാങ്ങിച്ച. നാളെ കറി കഴിക്കാൻ വേണ്ട. എന്തരേ മൂക്കിലൊക്കെ എന്തിരിക്കുന്നു? ശരി ശരി, ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറട്ടെ. വാ ശരി.